ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിനകത്ത് നോക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ആർ.എസ്. കുറുമയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. സോ അപ്പോൾ ഇതിലെ ചാപ്റ്റർ 5 ആണ് നോക്കുന്നത്. ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കവർ ചെയ്യുന്ന പോർഷൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം, method for equilibrium of coplanar forces, analytical method for equilibrium of coplanar forces, then Lami's theorem, graphical method for the equilibrium of coplanar forces, converse of the law of triangle of forces, converse of law of polygon of forces, then condition of equilibrium, types of equilibrium. ഇത്രയും കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ അതായത് സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രോബ്ലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. സോ ചാനലിൽ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് we have discussed various method of finding out a resultant force. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ടന്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് കണ്ടു. When a particle is acted upon by a number of forces, this resultant force will produce same effect as produced by all given forces. സോ ഇപ്പൊ എന്താണ്, ഇപ്പോൾ ഒരു പാർട്ടിക്കിളിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നതിന്റെ സെയിം റിസൾട്ടന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. A little consideration will show that if the resultant of a number of forces acting on a particle is zero, the particle will be in equilibrium. Such a set of forces whose resultant is zero is called equilibrium forces. ഇപ്പൊ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴുള്ള അതേ എഫക്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് അവരുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. നമ്മളൊരു ബോഡിക്കകത്ത് എന്താണ്, for resultant of number of forces acting on a body on a particle is zero, the particle will be in equilibrium. ഇപ്പൊ എന്താണ്, ഇപ്പൊ റിസൾട്ടന്റ്, അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, ആ ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന്. സോ സച്ച് എ സെറ്റ് ഓഫ് ഫോഴ്സസ് whose resultant is zero is called equilibrium forces. അങ്ങനെ റിസൾട്ടന്റ് സീറോ ആവുന്ന സെറ്റ് ഓഫ് ഫോഴ്സസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, equilibrium forces. The force which brings the set of forces in equilibrium is called an equilibrium. As matter of fact, the equilibrium is equal to the resultant force in magnitude but opposite in direction. So ഇപ്പോൾ ഈ ഒരു equilibrium എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, റിസൾട്ടന്റിന് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, ബട്ട് എന്തായിരിക്കും, ഡയറക്ഷൻ റിസൾട്ടന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് equilibrium എന്താന്ന് നോക്കാം. So there are many principles of equilibrium, yet the following three are important ഫ്രം സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ. എന്താണ്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിലിബ്രിയം കൊടുത്തിട്ടുണ്ട്. 2 ഫോഴ്സ് പ്രിൻസിപ്പിൾ, 3 ഫോഴ്സ് പ്രിൻസിപ്പിൾ, 4 ഫോഴ്സ് പ്രിൻസിപ്പിൾ. എന്തൊക്കെയെന്ന് നോക്കാം. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ഇഫ് എ ബോഡി, സോ ഇപ്പോൾ 2 ഫോഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ if a body in equilibrium is acted upon by 2 forces, then they must be equal, opposite and collinear. ഇപ്പൊ എന്താണ്, ഇപ്പോൾ ഒരു ബോഡിയിൽ എന്താണ്, 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ദേ മസ്റ്റ് ബി ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ. അപ്പൊ എന്തായിരിക്കണം, ഒരേ ലൈനിലായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ 2 ഫോഴ്സ് എങ്ങനെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, കൊലീനിയർ ആയിരിക്കണം. സോ ഇപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം, അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. പിന്നെ അടുത്തത് 3 force principle. As per this principle, if a body is in equilibrium is acted upon by 3 forces, then resultant of any 2 force must equal, opposite and collinear with the third force. ഇപ്പൊ എന്താണ്, ഇപ്പോൾ ഒരു ബോഡിയിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അതിലെ 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് മൂന്നാമത്തെ ഫോഴ്സിനോട് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ ആയിരിക്കും. ഇപ്പൊ കണ്ട, അതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ബോഡിയിൽ എന്താ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ എന്താ ഇതിലെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, റിസൾട്ടന്റ് ഓഫ് എനി 2 ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ വിത്ത് ദി
തേർഡ് ഫോഴ്സ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ടന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കണം, അത് ഈ ഒരു തേർഡ് ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ് ഇതിനോട് കൊലീനിയർ ആയിരിക്കണം. സോ ഇപ്പോൾ ഇവരുടെ റിസൾട്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. Then അടുത്തത് four force principle. As per this principle, if a body is in equilibrium is acted upon by four forces, then the resultant of any two forces must be equal, opposite and collinear with the resultant of the other two forces. സോ ഇപ്പോൾ ഒരു ബോഡിയിൽ എന്താണ് 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കണം, മറ്റ് 2 ഫോഴ്സിന്റെ റിസൾട്ടന്റിനോട് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ അതെന്താണ് ഇതിൽ ഫോഴ്സ് 1, ദെൻ ഫോഴ്സ് 2, ദെൻ ഫോഴ്സ് 3, ദെൻ ഇത് ഫോഴ്സ് 4. 4 ഫോഴ്സ് എന്താണ് ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈ ഏതെങ്കിലും 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ്. സോ ഇപ്പോൾ ഇവരുടെ റിസൾട്ടന്റ് അതേപോലെ തന്നെ എന്താണ് ഇവരുടെ റിസൾട്ടന്റ്, റിമൈനിങ് ഫോഴ്സിന്റെ റിസൾട്ടന്റ്. സോ ഇപ്പോൾ ഇവരുടെ റിസൾട്ടന്റും ഇവരുടെ റിസൾട്ടന്റും എങ്ങനെയായിരിക്കണം, ഈക്വൽ, ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ എന്താണ് കൊലീനിയർ ആയിരിക്കണം. ഇതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ നോക്കാം. മെത്തേഡ് ഫോർ ഈക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ്. So there are many methods of studying equilibrium of forces, yet the following are important from the subject point of view. So ഇപ്പോൾ അതിൽ അനലിറ്റിക്കൽ മെത്തേഡ് വരുന്നുണ്ട്, then graphical method വരുന്നുണ്ട്. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ്. അപ്പോൾ സെയിം പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The equilibrium of coplanar forces may be studied analytically by Lami's theorem discussed below. So ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ലാമിസ് തിയറം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് if three coplanar forces acting at a point B in equilibrium, then each force is proportional to sine of the angle between other two. ഓക്കെ, സോ അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡാണ്, അതായത് എന്താണ് കോപ്ലാനാർ ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയത്തിന് വേണ്ട ഒരു കണ്ടീഷൻ. സോ അപ്പോൾ അതിലെ ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാമിസ് തിയറം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് പറയുന്നത് if three coplanar forces acting at a point B in equilibrium, അപ്പോൾ എന്താണ് ഒരു പോയിന്റിൽ 3 കോപ്ലാനാർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ then each force is proportional to sine of the angle between the other forces. അപ്പോൾ അതിലെ ഓരോ ഫോഴ്സ് എന്താണ് മറ്റ് 2 ഫോഴ്സസിന് ഇൻ ബിറ്റ്വീൻ ആംഗിളിന്റെ സൈനിന് പ്രപ്പോർഷണൽ ആയിരിക്കണം എന്നാണ് ഈ പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പി ബൈ സൈനൽ. അതായത് ഇപ്പോൾ 3 ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ പി, ക്യൂ, ദെൻ ആർ. സോ അപ്പോൾ പി എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണ്, ദെൻ ക്യൂ എന്ന് പറയുന്ന ഔട്ട്വേർഡ് ആണ്, ആർ എന്ന് പറയുന്ന ഔട്ട്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിലെ പി ആൻഡ് ക്യൂ അതിന് ഇൻ ബിറ്റ്വീൻ ആംഗിൾ വരുന്നത് ഗാമ, then Q and R in between angle വരുന്നത് ആൽഫ, R and P in between angle വരുന്നത് ബീറ്റ. സോ ഇപ്പം P എന്ന് പറയുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ്, അതായത് എന്താണ് പറയുന്നത്, ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈച്ച് ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈച്ച് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, Pനെ കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ P കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ സൈൻ ആംഗിൾ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു. സോ ഇപ്പോൾ റിമൈനിങ് 2 ഫോഴ്സസിന് ഇൻ ബിറ്റ്വീൻ ആംഗിൾ നോക്കാം. ഇപ്പോൾ ക്യൂവും ആറും ആണ് റിമൈനിങ് ഫോഴ്സസ് വരുന്നത്. സോ ഇപ്പോൾ അവരുടെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ വരുന്നത് ആൽഫയാണ്. സോ ഇപ്പോൾ ഈ പി എന്ന് പറയുന്നത് എന്തായിരിക്കണം, സൈൻ ഓഫ് ആൽഫയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സോ അപ്പോൾ അതേപോലെ തന്നെ എന്താണ് അടുത്ത ക്യൂ നോക്കുക. ക്യൂ നോക്കുമ്പോൾ ക്യൂ എന്തായിരിക്കണം, ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ആർ. സോ ഇപ്പോൾ പിക്കും ആറിനും ഇൻ ബിറ്റ്വീൻ ആംഗിൾ വരുന്നത് ബീറ്റയാണ്. സോ ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ. ദെൻ അടുത്തത് നോക്കാം, അടുത്തത് ആറാണ് അടുത്ത ഫോഴ്സ്. ഇപ്പൊ ആർ എന്തായിരിക്കണം, ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ ആംഗിൾ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റിമൈനിങ് 2 ഫോഴ്സസ്. അപ്പൊ പി ക്യൂ അവരുടെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ ഗാമയാണ്. സോ ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. സോ അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാമിസ് തിയറം വരുന്നത്. സോ ഇപ്പൊ ഇത് നിങ്ങൾക്ക് +1 മാത്തമാറ്റിക്സിൽ എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അപ്പൻഡിക്സ് പാർട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഇപ്പൊ അതിന്റെ പ്രൂഫ് വരുന്നുണ്ട്. കൺസിഡർ 3 കോപ്ലാനാർ ഫോഴ്സസ് പി, ക്യൂ ആൻഡ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓ. ലെറ്റ് ദ ഓപ്പോസിറ്റ് ആംഗിൾ
to the three forces alpha, beta and gamma as shown. So അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മൂന്ന് ഫോഴ്സ് കൺസിഡർ ചെയ്യുക, പി ക്യു ആൻഡ് ആർ. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് വരുന്നത് ആൽഫ ബീറ്റ ഗാമ ആയിട്ട് എടുക്കുക. ഓക്കെ, പി ക്യു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആൽഫ, ദെൻ ക്യൂന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ബീറ്റ, ദെൻ ആറിന് ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് ഗാമ. അങ്ങനെ കൺസിഡർ ചെയ്യുക. Now let us complete the parallelogram OACD with OA, OB as adjacent side as shown in figure. നമ്മൾ എന്ത് ചെയ്യാം, പി എന്ന് പറയുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക, പാരലലോഗ്രാമിന്റെ ഒരു സൈഡ് ആയിട്ട് എടുക്കുക. ക്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, പാരലലോഗ്രാമിന്റെ ഒരു സൈഡ് ആയിട്ട് എടുക്കുക. We know that the resultant of two forces P and Q will be given by the diagonal OC both in magnitude and direction of the parallelogram OACB. So ഇപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ OA എന്ന് പറയുന്നത് പാരലലോഗ്രാമിന്റെ ഒരു സൈഡാണ്, OB എന്ന് പറയുന്നത് പാരലലോഗ്രാമിന്റെ ഒരു സൈഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. സോ ഈ ഒരു കേസിനകത്ത് ഇവിടുത്തെ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്, OC ആണ്. സോ ഇവിടുത്തെ പിയുടെയും ക്യൂടെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ OC ആണ്. Since three forces are in equilibrium, therefore the resultant of force P and Q must be line OD and equal to R but in opposite direction. So ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ത്രീ ഫോഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ത്രീ ഫോഴ്സ് നമ്മൾ കണ്ടതാണ്. എന്താണ്, ഇപ്പോൾ മൂന്ന് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫോഴ്സിനോട് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ ആയിരിക്കും. സോ ഇപ്പോൾ ഈ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആറിനോട് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് കൊലീനിയർ ആയിരിക്കും. സി എന്ന് പറയുന്നത് ആറിന് ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്, അതുപോലെ തന്നെ കൊലീനിയർ ആണ്. Then from geometry of the figure we find BC is equal to P and AC is equal to Q. നമുക്ക് ഈ ഒരു ഫിഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബി സി അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് എന്താണ്, പിയും ക്യൂ ആണ് വരുന്നത്. ദെൻ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു, നമുക്ക് എ ഒ സി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, ഇതാണ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ദെൻ ഇപ്പോൾ ഇതാണ് എന്ത്, ഒ എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ ഇവരുടെ ആംഗിൾ വരുന്നത്, ഇവിടുത്തെ ആംഗിൾ വരുന്നത് ബീറ്റ ആണ്, ബീറ്റ. ദെൻ ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 മൈനസ് ബീറ്റ ആണ്. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ എ സിയോ അല്ലെങ്കിൽ ആംഗിൾ ബി ഒ സി കൺസിഡർ ചെയ്യാം. അതായത് എ സി ഒ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ, അതല്ലെങ്കിൽ ബി ഒ സി കൺസിഡർ ചെയ്യാം, ഇവിടുത്തെ ആംഗിൾ. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബി ഒ സി ജസ്റ്റ് നോക്കാം. ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. ദെൻ ബി ഒ സി എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ. ഓക്കെ, സോ ഇപ്പോൾ ഇതെന്താണ്, ഇത് ആൽഫയാണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് ആൽഫ. ഓക്കെ, ആംഗിൾ സി എ ഒ നോക്കാം. സി എ, ഓക്കെ. സോ ഇപ്പൊ നമുക്ക് ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ കിട്ടിയത് 180 മൈനസ് ബീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ആംഗിളാണ് ആവശ്യം. അപ്പോൾ ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്തായിരിക്കും, 180 ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 180 മൈനസ്, ഓക്കെ 180 മൈനസ് എത്രയാണ്, 180 മൈനസ് 180 മൈനസ് എന്താണ്, ബീറ്റ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ പ്ലസ് ബീറ്റ എന്നിടാം. ദെൻ അടുത്തത് മൈനസ് 180 മൈനസ് ബി എന്താണ്, ആൽഫയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ആൽഫ എന്ന് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, ഈ 180 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ഇനി വരുന്നത് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 180 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫിഗർ ജസ്റ്റ് ഒന്നും കൂടി കൺസിഡർ ചെയ്യാം. സോ അപ്പോൾ അതിൽ
നമുക്കപ്പോൾ ഇത് ആൽഫ, ദെൻ ഇത് ബീറ്റ, ദെൻ ഗാമ എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. സോ ഇപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 360 എന്ന് എടുത്തിട്ടുണ്ട്. ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ വരുന്നത് ആംഗിൾ സി എ ഒ. സി എ ഒ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 180 ആണ് വരുന്നത്. സോ അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 360 മൈനസ് ഗാമ എന്ന് എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്ത് വരും? ഇവിടെ എന്താണ്? 360 മൈനസ് 360 മൈനസ് ഗാമയാണ് എന്ത്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇനി ഇതിൽ റിമൈനിങ് എന്താണ്? -180 എടുക്കുന്നത്. -180. സോ അപ്പം എന്ത് വരും നമുക്ക്? ഇവിടെ -180 360 പ്ലസ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 180 മൈനസ് ഗാമ എന്ന് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് സി എ എന്ന് പറയുന്ന ആംഗിൾ എന്തായിട്ടുണ്ട്? 180 മൈനസ് ഗാമ എന്ന് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. എന്താണ്? എ ഒ സി എ. നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഡിവൈഡ് ബൈ സൈൻ ഓഫ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, എ സിക്ക് ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് എന്താണ്? ഈ ആംഗിൾ നമുക്ക് വരുന്നത് 180 മൈനസ് ബീറ്റ ആണ്. അപ്പോൾ സൈൻ ഓഫ് 180 മൈനസ് ബീറ്റ ബീറ്റ എന്ന് എഴുതാം. അടുത്തത് ഇസ് ഈക്വൽ ടു, അടുത്ത സൈഡ് നോക്കാം. അടുത്തത് ഇപ്പം എന്ത് ചെയ്യാം? എ ഒ എന്ന് എടുക്കാം. എ ഒ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിള് ഏതാണ്? എ ഒക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിള് ഈ ഒരു ആംഗിളാണ്. സോറി, ഈ ഒരു ആംഗിളാണ് വരുന്നത്. ഈ ആംഗിൾ നമുക്ക് എത്ര നേരത്തെ കിട്ടിയിട്ടുള്ളത്? എ സി ഒ എന്ന് പറയുന്ന ആംഗിള് നമുക്ക് എന്തായിരുന്നു? ഈ ആംഗിളായിരുന്നു. ഓക്കെ, ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ. സോ ഇപ്പോൾ ഇത് 180 മൈനസ് ആൽഫയാണ്. ഓക്കെ, 180 മൈനസ് ആൽഫ. ദെൻ ലാസ്റ്റ് വരുന്നത് ഏതാണ്? നമ്മൾ എ സി എടുത്തു, ദെൻ എ ഒ എടുത്തു, ഇനി വേണ്ടുന്നത് സി ഒ ആണ്, അല്ലെങ്കിൽ ലോ സി. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? സൈൻ ഓഫ് 180 മൈനസ് 180 മൈനസ് ഗാമ. ദെൻ ഇപ്പോൾ സൈൻ ഓഫ് 180 മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ വാല്യൂസ് സൈൻ 180 മൈനസ് ബീറ്റ എന്ന് പറയുമ്പോൾ സൈൻ ബീറ്റ, അതുപോലെ തന്നെ സൈൻ 180 മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ സൈൻ ആൽഫ, ദെൻ സൈൻ 180 മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ സൈൻ ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇതിലെ എ സി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ക്യൂ ബൈ സൈൻ ബീറ്റ എന്ന് കിട്ടും. ദെൻ അടുത്തത് എ ഒ എന്ന് പറയുമ്പോൾ എന്താണ്? പി ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് ഇതിലത്തെ ഒരു ഫോഴ്സ് ആണ്. സോ പി ബൈ സൈൻ ആൽഫ എന്ന് കിട്ടും. ദെൻ അടുത്തത് ഒ സി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റിസൾട്ടൻ്റ് ആണ്, ആറാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് എഴുതാം? ആർ ബൈ സൈൻ ഗാമ എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. സോ അപ്പോൾ അടുത്തത് ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ്. നമുക്കിത് ഗ്രാഫിക്കലി എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. We have studied in article 5.5 the equilibrium of forces by analytical methods. Sometimes
The analytical method is not tedious and complicated. The equilibrium of such force may be also studied graphically by drawing the vector diagram. This may also done by studying the converse of the law of triangle of forces, converse of law of polygon of forces. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് അനാലിറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേഴ്സ് ഓഫ് ലോ ഓഫ് ട്രയാങ്കിൾ ഫോഴ്സസ് അതുപോലെ തന്നെ കൺവേഴ്സ് ഓഫ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അതൊക്കെ എങ്ങനെയെന്ന് നോക്കാം. സോ ഫസ്റ്റ് വരുന്ന കൺവേഴ്സ് ഓഫ് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. ഈ ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് be represented in magnitude and direction by the three sides of a triangle taken in order, the force shall be in equilibrium. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അതുപോലെ എന്താണ് ഇൻ മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ ഡയറക്ഷനിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആയിട്ട് അതായത് ഇൻ ഓർഡറിൽ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് ഇപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് ഇതൊരു ഫോഴ്സ്, ദെൻ ഇതൊരു ഫോഴ്സ്, ദെൻ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യാറാണ് പതിവ്. റിസൾട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തിരിച്ചാണ് എടുക്കേണ്ടത്, റിസൾട്ടന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യുക? അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് 3 ഫോഴ്സസ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ 3 ട്രയാങ്കിൾസിന്റെ സൈഡായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. then അടുത്തത് കൺവേഴ്സ് ഓഫ് ദി ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ്. ഇഫ് എനി നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ സൈഡ്സ് ഓഫ് ക്ലോസ്ഡ് പോളിഗൺ taken in order, the forces shall be in equilibrium. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പോളിഗൺ ലോ ഓഫ് വെക്ടേഴ്സ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അപ്പോൾ പോളിഗൺ ആകുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇതൊരു ഫോഴ്സ്, നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ റെപ്രസെന്റ് ചെയ്യുക. ദെൻ അടുത്തൊരു ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുക, ദെൻ അടുത്തൊരു ഫോഴ്സ്, ദെൻ അടുത്ത വേറൊരു ഫോഴ്സ്, ദെൻ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവരെന്നെ സെയിം ഓർഡറിൽ തന്നെ എടുക്കണം. സോ ഇപ്പോൾ റിമൈനിങ് ലാസ്റ്റ് വരുന്നത് എന്ത് ചെയ്യുക? അതുപോലെ വെച്ച് ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ ഇതെന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ട്രയാങ്കിളിലോ അതേപോലെ തന്നെ പോളിഗണിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന വെക്ടർ എങ്ങനെയായിരിക്കണം? ഇൻ ഓർഡർ ആയിരിക്കണം. ഓക്കെ, ഇത്ര വരുന്നുള്ള വ്യത്യാസം. The conditions of equilibrium എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Consider a body acted upon by a number of coplanar and non-concurrent forces. A little consideration will show that as a result of these forces, the body may have any one of the following states. എന്നാണ് ഇപ്പോൾ ഒരു ബോഡിക്കകത്ത് കോപ്ലാനാർ ആൻഡ് നോൺ കൺകറന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു വിചാരിക്കുക. അതായത് ഒരു പോയിന്റിലെല്ലാം എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ the body may move in any one direction. ആ ഒരു ബോഡി എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ the body may rotate about itself without moving. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ അത് മൂവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. the body may move in any one direction and same time it may also rotate about itself. എന്ത് ചെയ്യും? അതുപോലെ ഒന്നെങ്കിൽ അത് മൂവ് ചെയ്യും, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അതേപോലെ തന്നെ അറ്റ് സെയിം ടൈം ഇറ്റ് വിൽ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ് സെൽഫ്. അടുത്തത് ദ ബോഡി മേ ബി കംപ്ലീറ്റ്ലി അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ എന്തായിരിക്കും? ആ ബോഡി കംപ്ലീറ്റ്ലി റെസ്റ്റിലായിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? our body move എന്ന് പറഞ്ഞു. If body moves in any direction, it means that there is a resultant force acting on it. A little consideration will show that if body is to be at rest or in equilibrium, the resultant force causing
moment must be zero. In other words, the horizontal component of all forces and vertical component of all forces must be zero. ഫസ്റ്റ് കേസ് കൊടുത്തിട്ടുള്ളത് ഇഫ് ദ ബോഡി മൂവ് ഇൻ എനി ഡയറക്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലോ റെസ്റ്റിലോ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. മസ്റ്റ് ബി സീറോ. സോ ഇപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് സീറോ ആയിരിക്കും, വെർട്ടിക്കൽ കമ്പോണൻസും അവരുടെയൊക്കെ സമ്മ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്ന് പറയും. If body rotate about itself without moving, it means that there is a single resultant couple acting on it with no resultant force. ഇപ്പോൾ ഒരു ബോഡി എന്താണ് ആ ഒരു ബോഡിക്ക് അബൌട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. വിത്തൗട്ട് മൂവിങ്, മൂവ് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ സിംഗിൾ റിസൾട്ടൻറ്റ് കപ്പിൾ ആക്ടിങ് ഓൺ ഇറ്റ് വിത്ത് നോ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ മേലെ ഒരു സിംഗിൾ റിസൾട്ടൻറ്റ് കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. A little consideration will show that if the body is to be at rest or in equilibrium, ഒരു ബോഡി എന്താണ് റെസ്റ്റിലോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ the moment of couple causing rotation must be zero, or in other words the resultant moment of all forces must be zero. ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റ് ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് must be zero. അതായത് സം ഓഫ് മൊമെന്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും. അടുത്തത് if the body moves in any direction and same time rotate about itself, it means that there is a resultant force and also a couple acting on it. എന്ത് ചെയ്യാം, മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും ഒരു ഫോഴ്സ്, ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും ഒരു റിസൾട്ടന്റ് കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. A little consideration will show that if the body at rest or in equilibrium, resultant force causing movement and the resultant moment of couple causing rotation must be zero. In other words, the horizontal component of all forces equal to zero, vertical component of all forces equal to zero, resultant moment of all forces must be zero. ഇതായിരിക്കും സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സീറോ ആയിരിക്കും, സം ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് സീറോ ആയിരിക്കും, സം ഓഫ് മൊമെന്റ് സീറോ ആയിരിക്കും. അടുത്ത if a body is completely at rest, it is necessarily means that there is neither a resultant force nor a couple acting on it. A little consideration will show that in this case following conditions already satisfied. എന്തായിരിക്കും ഇപ്പോൾ ഒരു ബോഡി കംപ്ലീറ്റ്ലി റെസ്റ്റിലാണ്, അതിലെന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നോക്കാം. ഇൻ പ്രീവിയസ് ആർട്ടിക്കിൾ വി ഹാവ് സ്റ്റഡിഡ് discussed the condition of equilibrium. As a matter of fact, this condition helps us in finding out the reaction or force at a particular point when a body is in equilibrium. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. But from practical point of view, a body is said to be equilibrium when it comes back to its original position after it is slightly displaced from its position of rest. In general, following are three types of equilibrium. So, ഇപ്പോൾ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ബോഡി എന്താണ് ഒരു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തിരിച്ച റെസ്റ്റിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിനുള്ള മൂന്ന് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. A body is said to be in stable equilibrium if it return back to its original position after it is slightly displaced from its position of rest. ഫസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം നോക്കാം. ഇപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഒരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്ത ശേഷം എന്താണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന്. ദിസ് ഹാപ്പൻ വെൻ സം additional force sets up due to displacement and bring the body back to its original position. A smooth cylinder lying in a curved surface is in stable equilibrium. If we slightly displace the cylinder from its position of rest, it will tend to return back to its original position in order to bring its weight normal to horizontal axis. റെസ്റ്റിലുള്ള ഒരു ബോഡി
എന്ത് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യുക സെയിം പൊസിഷനിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സം അഡീഷണൽ ഫോഴ്സ് സെറ്റപ്പ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ബ്രിങ് ബോഡി ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ ആ ഒരു ബോഡിയിലെ ഡിസ്പ്ലേസ്മെന്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അതിലൊരു അഡീഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ബോഡീനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നത് റിട്ടേൺ ചെയ്യുന്നത്. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. എന്ത് ചെയ്യുക ഒരു കേർവ്ഡ് സർഫസിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സിലിണ്ടർ ഇരിക്കുന്നത്. ദെൻ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇഫ് വി സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ദ സിലിണ്ടർ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ്, നമ്മൾ എന്ത് ചെയ്തു അപ്പോൾ അതിന്റെ പൊസിഷൻ റെസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തു നമ്മൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്തു. ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ്സ് വെയിറ്റ് നോർമൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിന് നോർമൽ ആയിട്ടുള്ള അതിന്റെ വെയിറ്റിന് ഒരു സിലിണ്ടർ എന്ത് ചെയ്യും ഹൊറിസോണ്ടൽ ആക്സിസിന് പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള അതിന്റെ വെയിറ്റിന് എന്ത് ചെയ്യാം ബ്രിങ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യത് പഴയ റെസ്റ്റ് പൊസിഷനിലേക്ക് തന്നെ വരും. ഇനി അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. A body is said to be in unstable equilibrium if does not return back to its original position and heels farther away after slightly displaced from its position of rest. എന്ത് ചെയ്യാം നമ്മളൊരു ബോഡീനെ എന്ത് ചെയ്യാം നമ്മൾ എന്ത് ചെയ്തു സ്ലൈറ്റ്ലി എന്ത് ചെയ്തു ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആൻഡ് ഹീൽ ഫാർദർ അവേ എന്ത് ചെയ്യാം അത് തിരിച്ചു വരാതെ എന്ത് ചെയ്യാം ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്തിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ദിസ് ഹാപ്പൻസ് വെൻ അഡീഷണൽ ഫോഴ്സ് മൂവ് the body away from its position of rest. This happens when additional forces moves the body away from its position of rest. എന്ത് ചെയ്യാം അപ്പോൾ അതില് ഇതിങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അതിന്റെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ എന്ത് ചെയ്യാം മോർ ഫോഴ്സസ് ആക്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഒരു കോൺവെക്സ് സർഫസിലാണ് എന്ത് ചെയ്യുന്നത് ഒരു സിലിണ്ടർ ഇരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. Is in unstable equilibrium. If we slightly displace the cylinder from its position of rest, the body will tend to move away from its original position. എന്ത് ചെയ്യുക കോൺവെക്സ് സർഫസിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് എന്ത് ചെയ്യും ട്രാവൽ ചെയ്യും. പിന്നെ അടുത്തത് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. A body is said to be in unstable equilibrium if it does not return back to its original position and heels farther away after slightly displaced from its position of rest. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഫിഗർ ആണ് എന്ത് ചെയ്യുക അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എന്ത് ചെയ്യാം ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അത് എന്ത് ചെയ്യില്ല റിട്ടേൺ ചെയ്യില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യും ഒരു പാത്ത ഡിസ്റ്റൻസിലേക്ക് അത് ട്രാവൽ ചെയ്യും. അതാണ് എന്ത് ചെയ്യുക അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ അഡീഷണൽ ഫോഴ്സ് മൂവ്സ് ദ ബോഡി അവേ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ്. അപ്പൊ ഇത് ഒരുപാട് ഡിസ്റ്റൻസിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ബോഡിയുടെ മേലെ എന്ത് ചെയ്യണം അഡീഷണൽ ഫോഴ്സ് എന്ത് ചെയ്യണം അതിന്റെ മേലെ ആക്ട് ചെയ്യണം. ദിസ് ഹാപ്പൻസ് വെൻ അഡീഷണൽ ഫോഴ്സ് മൂവ് ദ ബോഡി അവേ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ്. A smooth cylinder lying on a convex surface is in unstable equilibrium. So ഇപ്പോൾ ഒരു കോൺവെക്സ് സർഫസിൽ എന്ത് ചെയ്യാം ഒരു കോൺവെക്സ് സർഫസിൽ ഇരിക്കുന്ന ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. ഓക്കെ സോ ഇപ്പോൾ ഇത് കോൺവെക്സ് സർഫസ് ആണ്. If we slightly displace cylinder from its position of rest, the body will tend to move away from its original position. So ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സിലിണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒറിജിനൽ പൊസിഷനിൽ എന്ത് ചെയ്യും അത് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിനകത്തുണ്ടാവും. Then അടുത്തത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. A body is said to be in neutral equilibrium if it occupies a new position and remains at rest in this position after slightly displaced from its position of rest. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീനെ എന്ത് ചെയ്യുക നമ്മളൊരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക മറ്റൊരു പുതിയൊരു പൊസിഷനിൽ പോയിട്ട് എന്ത് ചെയ്യും റെസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു പ്ലെയിൻ സർഫസിലിരിക്കുന്ന ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്താൽ മതി. മൂന്നാമത്തെ ഫിഗർ. Then this happens when no additional force set up due to
ദിസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്തോണ്ട് എന്ത് ചെയ്യുക, അപ്പൊ അതിനകത്ത് പുതിയ ഫോഴ്സ് ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് സംഭവിക്കും. ഓക്കെ, സ്മൂത്ത് സിലിണ്ടർ ലൈങ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ഇൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം. കണ്ടതാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു പ്ലെയിനിൽ ഇരിക്കുന്ന സിലിണ്ടർ എന്താണ് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. സോ അപ്പോൾ ആദ്യത്തെ രണ്ട് കേസിലും ഇപ്പോൾ ഇവിടെ എന്താണ്, ഇതിപ്പോ ഒരു കോൺകേവ് സർഫസ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്ത് എന്ത് സംഭവിക്കും, അത് മൂവ് ചെയ്യും, ദെൻ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യും. സോ ഇപ്പൊ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ആ ഒരു ബോഡി ഇപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യാൻ, ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോഡി ട്രൈ ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ this happens when some additional force set up due to the displacement and bring back the body to its original position. അപ്പൊ ഇവിടെ ഒരു അഡീഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. then അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു കോൺവെക്സ് സർഫസിലിരിക്കുന്ന സിലിണ്ടർ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫാർദർ ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്തു പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡീഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്ത് ചെയ്യും, അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിൽ റെസ്റ്റ് ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രിയം ഓഫ് ഫോഴ്സസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അതിനകത്ത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം, ദെൻ മെത്തേഡ് ഫോർ ദ ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ ഫോഴ്സ്. അപ്പോൾ അതിൽ രണ്ട് മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് കണ്ടു. ഈ ഒരു അനലിറ്റിക്കൽ മെത്തേഡിനകത്ത് വരുന്നതാണ് ലാമിസ് തിയറം. ദെൻ വരുന്നത് കൺവേഴ്സ് ഓഫ് ദ ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്, അതുപോലെ കൺവേഴ്സ് ഓഫ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ട്രയാങ്കിളിലോ വരുന്നത് എങ്ങനെയായിരുന്നു, ഇൻ ഓർഡറിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഓർഡറിൽ വരുന്ന ഒരു വെക്ടർ ആയിരിക്കും ട്രയാങ്കിളിൽ. ആ ഒരു ദെൻ പോളിഗണിലോ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരേ സെയിം ഓർഡറിലുള്ള വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഓർഡറിൽ വരുന്ന ഒരു വെക്ടർ ആയിരിക്കും. സോ അപ്പോൾ അതിന്റെ രണ്ടിന്റെയും കൺവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. നമ്മൾ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കണ്ട്, ദെൻ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പോൾ ഇതിൽ കണ്ടിട്ടില്ല, ഈ ഒരു ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള സെയിം മോഡലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആ ഒരു എക്സാമിന് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. സോ അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.